എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാഷും സുയിത്രയും ഇഷിതയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഇഷിതയുടെ സങ്കടം കണ്ടപ്പോ മാഷ് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, മഹേഷിനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താന്ന് പറയാം. എന്നാലും എനിക്കറിയില്ല അച്ഛാ, ഇനി എവിടെ പോയി അന്വേഷിക്കണമെന്ന്. ഒരു കാര്യം ചെയ്യാം, മോൾക്ക് പരിചയത്തിലുള്ള ആൾക്കാർ ഒന്ന് ചോദിച്ചു നോക്കെ, ചിലപ്പം അറിയാമെങ്കിലോ. മഹേഷിനും മോൾക്കും പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ ചിലപ്പം മഹേഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാലോ. എന്റെ വഴിക്ക് ഞാനും അന്വേഷിക്കാന്ന് മാഷ് പറയണം. അത് കേട്ടപ്പോ സുമിത്ര പറഞ്ഞു, ചേച്ചി പേടിക്കാതിരിക്കുക, മഹേഷിനോട് ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. പിന്നീട് മാഷ് അങ്ങോട്ടേക്ക് മാറിക്കഴിയുമ്പത്തേനും സുമിത്രയോട് ഇഷിത പറഞ്ഞു, അല്ല നിനക്ക് നീ വിനോദമായിട്ട് നല്ല കമ്പനിയാന്നല്ലേ പറഞ്ഞേ. അതെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് വിനോദിനോടൊന്ന് പറഞ്ഞുകൂടെ മഹേഷിനെ കുറിച്ച്? ഓ, ഏട്ടത്തിയമ്മയുടെ ഭർത്താവിനെ കുറിച്ച്? ഏട്ടത്തിയമ്മ അല്ല, എന്നെ കല്യാണം കഴിച്ചു കഴിയുമ്പോ ചേച്ചി ഇനിയിപ്പം വിനോദിന്റെ ഏട്ടത്തിയമ്മയുള്ളോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറയാം. മനസ്സിലായെന്ന് പറയണം. അല്ല, നീ പറയുവാണെങ്കിൽ ചിലപ്പോ വിനോദ് ചിലപ്പോ അന്വേഷിക്കുമായിരിക്കും വിനോദിന്. കാരണം കുറെ ഇതൊക്കെ ഉള്ളതല്ലേ, പൊളിറ്റിക്കൽ ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ആ വഴിക്ക് അന്വേഷിക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മഹേഷിനെ കുറിച്ചുള്ള വിവരം കിട്ടുമായിരിക്കും എന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോ സുമിത്ര പറഞ്ഞു, ശരിയാ, ഞാൻ അങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞു നോക്കാം എന്നൊക്കെ പറയാണ്. പിന്നീട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് സുമിത്ര വിനോദിനെ വിളിക്കുക. അപ്പൊ വിനോദിനെ വിളിക്കുന്ന സമയത്ത് വിനോദ് ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ പോണ സമയത്താണ് സുമിത്രയുടെ കോള് വരുന്നത്. കോൾ എടുത്തിട്ട് ചോദിച്ചു, എന്ത് പറ്റി വിളിക്കാനായിട്ട്? ഈ വിളി പതിവുള്ളതല്ലോ എന്ന് ചോദിക്കണം. ഇത് കേട്ട സുമിത്ര പറഞ്ഞു, ഓ, നേതാവ് ഭയങ്കര തിരക്കിലായിരിക്കുമല്ലേ, അണികളും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അതിന്റെ ഇടയ്ക്കേക്ക് വിളിച്ച് ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി വിളിക്കാതിരുന്ന. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രണയലേഖനം എഴുതാനോ പറയാനുള്ള മൂഡിലൊന്നും അല്ലോ, കോളേജ് ലൈഫൊന്നും അല്ലല്ലോ ഇത്. നേതാവിന് ഭയങ്കര തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയി പോയില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വിനോദ് പറഞ്ഞു, പിന്നെ ഇനി എനിക്കിട്ട് അങ്ങോട്ട് തള്ളി മറിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറയണം. അങ്ങനെ കുറച്ച് സല്ലാപങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ചോദിച്ചു, അല്ല എന്ത് പറ്റി ഇത്ര കാര്യമായിട്ട്? അതെ, ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം. അല്ല, ഇപ്പൊ സീരിയസ് ആയിട്ട് എന്ത് കാര്യമാ? അപ്പൊ ഇത്ര സമയം പറഞ്ഞ കാര്യങ്ങളൊക്കെ തമാശ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതല്ല, പിന്നെന്താ കാര്യം? എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞോ. അത് പിന്നെ എന്റെ ചേച്ചിയുടെ ഭർത്താവുണ്ട് മഹേഷേട്ടൻ, മഹേഷേട്ടനെ കാണാനില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വിനോദം ഞെട്ടി. കാരണം വിനോദിന്റെ ഏട്ടനാണല്ലോ മഹേഷ്. അത് പിന്നെ സുചിത്രയ്ക്ക് അറിയത്തില്ല എന്നുള്ള കാര്യം വിനോദിനും അറിയാം. പെട്ടെന്ന് വിനോദ് ചോദിച്ചു, അല്ല അത് പിന്നെ ആ ചേട്ടൻ എവിടെ പോകാനോ? നിൽക്ക്, എവിടെ പോകാനൊന്നും അറിയില്ല, എന്നോട് ചേച്ചി വന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പറയണോ. ഓ, ഏട്ടത്തിക്ക് സുഖമാണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഏട്ടത്തിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കില് മഹേഷനെ കാണാതെ പോയതിന്റെ വിഷമമുള്ളെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, എല്ലാം ശരിയാകും. ഇതേ, ഏട്ടൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടെത്തി കൊണ്ടുവരൂന്ന് പറയണം. എവിടെ പോവാനാ, ഒരിടത്തേക്കും പോയിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പോ ഒരു ദിവസത്തേന് എങ്ങോട്ടേലും കൂടെ മാറിയതായിരിക്കും എന്ന് പറയണേ. അങ്ങനെ പോകാനായിട്ട് വഴിയുള്ളതല്ല, പക്ഷെ ഒരു കത്തും എഴുതി വെച്ചിട്ടാ പോയെന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദിന് ആകെപ്പാടൊരു ചങ്കിടിപ്പുണ്ടായി. തന്റെ ഏട്ടനാണ്. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഏട്ടത്തിയോട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ, പേടിക്കൊന്നും വേണ്ട, എന്റെ രീതിയിൽ ഞാനും അന്വേഷണമൊക്കെ നടത്താന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വിനോദിന് സ്വപ്നവല്ലിയുടെ കോള് വരുവാണ്. സ്വപ്നവല്ലി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വിനോദെ, നിന്റെ ഏട്ടനെ കാണുന്നില്ല എന്ന് പറയണം. അമ്മ ഇങ്ങനെയൊന്നും സങ്കടപ്പാടായിരിക്കും, എനിക്കറിയില്ലടാ മോനെ. ഇതേ, അവൻ എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവന്റെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമായിരുന്നു തോന്നടാ. എപ്പോ നോക്കിയാലും അവള് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു എന്റെ മോനോട്. സഹിക്ക് വയ്യാതെ എന്റെ മോൻ എങ്ങോട്ടോ ഇറങ്ങിപ്പോയതാന്ന് തോന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിതപിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വിനോദ് പറഞ്ഞു, ഏട്ടത്തിയമ്മേനെ വെറുതെ കുറ്റം പറയണ്ട, ഏട്ടത്തിയമ്മ പാവാന്ന് പറയണം. അതെ, അമ്മ വിഷമിക്കാതിരിക്കുക, എവിടെ ഉണ്ടേലും ഞാൻ കണ്ടെത്തിക്കൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി ആശ്വസിപ്പിച്ചിട്ടാണ് വിനോദ് കോള് കെട്ടിയുന്നത്. ഈ സമയം ഇഷിത ഹോസ്പിറ്റലിൽ എത്തുവാണ്. അതിനുശേഷം ഹോസ്പിറ്റലിൽ മൊത്തം ഡോക്ടേഴ്സിനെ വിളിച്ച് തന്റെ ക്യാബിനിലേക്ക് വരുത്തുവാണ്. പിന്നീടാണ് ആ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്, വയനാട് പുനരധിവാസത്തെ കുറിച്ച്. അപ്പൊ അവിടെ മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയാണ്. നമ്മള് ഒരു കുറെ കാലത്തേക്ക് അവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ടെസ്റ്റ് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാം വിളിപ്പിച്ചതെന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടേഴ്സ് പറഞ്ഞു, അതിനിപ്പോ എന്താ, ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞപ്പോഴത്തേനും ഇഷത് പറഞ്ഞു, അത് മാത്രമല്ല നമ്മള് 2 ആദിവാസി കോളനികൾ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ഫുള്ള് നോക്കാനായിട്ട് അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോന്ന് ചോദിക്കുക. ഞങ്ങൾക്ക് എന്ത് എതിർപ്പാ ഡോക്ടറെ,
ട്രസ്റ്റ് പറയുന്ന പോലെ തന്നെ ഞങ്ങളെല്ലാം കേട്ടോളാം. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോഴേക്കും ഇഷിതയ്ക്ക് ഒരു കോള് വന്നു. ദേ സേതുലക്ഷ്മിനെ അല്ല സേതുലക്ഷ്മി ഡോക്ടറെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. ലേബർ റൂമിലേക്ക് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടെന്ന് പറയണ. പെട്ടെന്ന് തന്നെ സേതുലക്ഷ്മി ഡോക്ടർ അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ആ യോഗം അങ്ങോട്ട് പിരിച്ചു വിടുവാണ്. ഈ സമയം ആതിരയുടെ മുറിയിൽ ആതിര കണ്ണു തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആതിര അച്ഛന്റെ അമ്മടുത്ത് സംസാരിക്കുമായിരുന്നു. എന്നെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ടെന്ന് ഇഷിത ഡോക്ടർ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, അതെ മോളെ, ഡോക്ടർ ഉള്ളതുകൊണ്ട് മാത്രം മോളുടെ ജീവൻ രക്ഷപ്പെട്ടെ എന്ന് പറയാണ്. ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ആ ഡോക്ടറോട്. പാവം ഡോക്ടർ, അല്ലെങ്കിൽ ഞാനിപ്പം ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലായിരുന്നു അല്ലെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കാണ് ഡോക്ടർ ഇഷിതയും സ്റ്റീഫനും അങ്ങോട്ട് കടന്നു വന്നേ. ഇഷിതേനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് ഡോക്ടറെ, എന്റെ ജീവൻ രക്ഷിച്ചെന്ന് പറയാണ്. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, ഞാനല്ല രക്ഷിച്ചേ, ദേ ഈ നിൽക്കുന്ന സ്റ്റീഫൻ ഡോക്ടറാന്ന് പറയാം. പിന്നീട് ഡോക്ടറോടും ആതിര നന്ദിയൊക്കെ പറയാണ്. അങ്ങനെ സ്റ്റീഫൻ ഡോക്ടർ പിന്നീട് റൗണ്ട്സും പരിശോധനയും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ആ സമയം ആതിരയുടെ അടുത്ത് ഇഷിത ഇരിക്കുകയാണ്. ഇഷിത ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല മോൾക്കല്ലേ? ഇല്ല കുഴപ്പമൊന്നുമില്ല. അതെ, പഠനം ഇത്രയും ദിവസം മുടങ്ങിയാൽ വിഷമമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ, ഞാൻ പിന്നെ അത് പഠിച്ചെടുത്തോളാം. അല്ല, അന്നത്തെ സംഭവം എങ്ങനെയായാലും ചോദിക്കുകയാണ്. അത് പിന്നെ എന്നോട് NCPയുടെ ആ ഒരു ഇതില് അവർക്ക് അംഗത്വം എടുക്കണമെന്ന് പറഞ്ഞു. ഞാനും കൂടെ അതിനകത്ത് അംഗത്വം എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. അവസാനം അതിന്റെ പേരിൽ വഴക്കുണ്ടായത് അവരെന്നെ ഇങ്ങനെ ആക്കിയെന്ന് പറയാണ്. അല്ല, ആൾക്കാരെ തിരിച്ചറിയാലോ അല്ലെ? എല്ലാരും തിരിച്ചറിയാന്ന് പറയാണ്. അങ്ങനെയാണ് നമുക്ക് ആ വഴിക്കൊന്ന് നീങ്ങാം. ഒരു പരാതി കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അവസാനം ആതിര പരാതി കൊടുക്കാനായിട്ട് അങ്ങനെ സമ്മതിക്കുകയാണ്. ഈ സമയം സ്വപ്നവല്ലിയാണെങ്കിൽ ആകെപ്പാടെ സങ്കടത്തിലും ദേഷ്യത്തിലും ഇരിക്കുകയാണ്. അപ്പോഴേക്കും മഞ്ജുമ അങ്ങോട്ട് വന്നു. അമ്മ എന്തിനാ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചിരിക്കണമെന്ന് ചോദിക്കുക. എങ്ങനെ കരയാതിരിക്കും? അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ മോന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവൾ ഒറ്റ ഒരുത്തി എല്ലാത്തിനും കാരണം. അതേമ്മേ, അവളാ കാരണം. അവള് കാരണോ മഹേഷ് പോയിരിക്കുന്നേ. ഇതങ്ങനെ വെറുതെ വിടലമ്മ, ഒരു കാരണവശാലും വെറുതെ വിടല്. എല്ലാത്തിനും കാരണക്കാരി അവളാന്ന് പറയണം. എന്നാലും എന്റെ മോനിത് സംഭവിച്ചല്ലോ. എത്ര നല്ല സന്തോഷത്തോടെ കഴിഞ്ഞു പോയതിനാ ഒരുത്തി അങ്ങോട്ട് വന്ന് കയറിയതിന് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അപ്പോഴേക്കും രാമനാഥൻ അങ്ങോട്ട് വന്നു. എന്താ സ്വപ്നം? നിനക്ക് എന്താ, എന്തിന്റെ കേടാന്ന് ചോദിക്കുകയാണ്. ഇത് രാമ, എന്റെ മോനെ കാണുന്നില്ല. രാമൻ അറിയാലോ, ദേ അവൻ എങ്ങോട്ട് പോകാൻ അവൻ ഇങ്ങോട്ട് വന്നോളെന്ന് പറയാ. എന്നാലും രാമ, എനിക്ക് സഹിക്കാൻ പറ്റുമോ അത്? പാവം എന്റെ മോന്, അവൻ എവിടെ എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇതേ സ്വപ്നം, അതിന്റെ പേരിൽ ഇഷിതേനെ കുറ്റപ്പെടുത്താൻ വരണ്ടെന്ന് പറയാ. ഓ, അല്ലെങ്കിലും അച്ഛൻ അങ്ങനെയാണല്ലോ, ഇഷിതയ്ക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ വരത്തുള്ളൂ. ഞങ്ങള് പറയുന്നൊന്നും അച്ഛൻ അങ്ങോട്ട് ചെവിക്കേല് അങ്ങ് കേൾക്കാണ്ട് സാധിക്കില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജിമ കുറ്റപ്പെടുത്തുക. അതേ മഞ്ജിമ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. ഇഷിത ആരാന്ന് നിനക്ക് ശരിക്കും അറിയാം. അതിനേക്കാൾ ഉപരി അവൾ എത്ര പാവമാണെന്നും അറിയാം. ഇനി അവളുടെ പേരിൽ അവളുടെ തലയിലേക്ക് കുറ്റങ്ങളെല്ലാം കൂടെ കെട്ടിവെക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ് രാമനാഥൻ. അപ്പോഴാണ് ഇഷിത അങ്ങോട്ട് കയറി വന്നത്. ഇഷിതയെ കണ്ട് സ്വപ്നവല്ലി പറഞ്ഞു, അവള് വന്നിരിക്കുന്നു. അപ്പോഴേക്കും ഇഷിതയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇഷിതയോട് പെട്ടെന്ന് സ്വപ്നവല്ലി ചോദിച്ചു, സത്യം പറയടി, എന്റെ മോൻ എവിടെ പോയതെന്ന് ചോദിക്കുക. അത് പിന്നെ അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോയിരിക്കുക. എന്ത് മീറ്റിംഗ്? അത് പിന്നെ അവിടെ എന്തോ ചെന്നൈയിൽ അത്യാവശ്യം മീറ്റിംഗാ, 2 ദിവസം കഴിയും ചിലപ്പോ വരാന്. ഞാൻ കുറച്ചു മുമ്പ് കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം. ഓഹോ, നീ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അല്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടാത്ത ഏത് നമ്പരാ നിന്റെയിലുള്ളേ? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പം നിന്റെ കയ്യിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്പർ ഉണ്ടോ അവന്റെ? ഉണ്ടെങ്കിൽ താട്ട്, ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടത് ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇഷിത ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥയാ. അവസാനം രാമനാഥൻ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, മോള് മുറിയിലേക്ക് ചെല്ലാൻ പറയാണ്. ഇഷിത അങ്ങനെ വിഷമിച്ച് മുറിയിലേക്ക് പോവാണ്. ചിപ്പിമോൾ അവിടെ ഉണ്ടായിരുന്നു. ചിപ്പിമോളുടെ മുഖം കണ്ടപ്പോ ഇഷിതയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് ചിപ്പിമോളുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അല്ല മോള് ഫുഡ് കഴിച്ചോന്ന് ചോദിക്കാം. കഴിച്ചെന്ന് പറയാ. അതെ, എനിക്ക് ഇഞ്ചക്ഷൻ ഇല്ല അമ്മേന്ന് ചോദിക്കാം. ഇഞ്ചക്ഷൻ ഉണ്ട്, ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിമോളുടെ അടുത്തിരിക്കുവാണ്. അല്ല, മോളുടെ ഏറ്റവും വലിയ കൂട്ടേതാ? ചക്കി. പിന്നെയോ? പിന്നെ അങ്ങനെ അധികം ആരില്ല എന്ന് പറയണ. അതെ, എല്ലാവരുടെയും കൂട്ടുകൂടണം കേട്ടോ. ഞാൻ എല്ലാവരുടെയും കൂട്ടുകൂടുന്നുണ്ട്. അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ, ജാതി മത ഭേദ എന്ന്? എന്താ അമ്മേ, അങ്ങനെ എന്തോ ഒരു സംഭവം എന്നോട് പറഞ്ഞിട്ടില്ലേ അമ്മ? ജാതി മത ഭേദമന്യേ എല്ലാവരോടും കൂട്ടുകൂടണമെന്ന്. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും കൂട്ടുകൂടുന്നുണ്ടെന്ന് പറയണ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുകയാണ്. ഈ സമയം ചിപ്പിമോൾ ചോദിച്ചു, അമ്മ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞല്ലോ എന്ന് പറയണം. അപ്പോഴാണ് ചിപ്പിമോൾ ആ കാര്യം ചോദിക്കുന്നത്. അമ്മേ, ഡാഡി എന്തിയേ? ഡാഡി എപ്പോഴാ വരുന്നേ? ഇത് ഞാൻ ഡാഡിനെ കണ്ടില്ലെന്ന് പറയണം. ഇത് കേട്ടോ ഒരു ഞെട്ടലോട് കൂടി ഇഷത് ചിപ്പിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.